ഹായ്, നമസ്കാരം. കെ.എൽ. ബ്രോ. പിന്നെ ഞാനിപ്പോൾ വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്പുരാൻ സിനിമ ഇറങ്ങിയതിനെ കുറിച്ചൊന്നും എന്തെങ്കിലും രണ്ട് വാക്ക് പറയാമെന്ന് വെച്ച്. ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഇവിടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മളെന്തെങ്കിലുമൊക്കെ വിഡ്ഢിത്തരം അങ്ങനെയല്ല പറയാൻ പറ്റുള്ളൂ. ഇപ്പം നാട്ടിലെല്ലാം നടക്കുന്ന വിഡ്ഢിത്തരമാണല്ലോ. അപ്പോൾ ആ വിഡ്ഢിത്തരം പോലെ ഞാൻ എന്തെങ്കിലും വിഡ്ഢിത്തരം പറഞ്ഞു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അല്ലാതെ അതിനകത്ത് വലിയ കഥയൊന്നുമില്ല. എമ്പുരാൻ ഇറങ്ങി, ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല, അത് വേറൊരു സത്യം. പിന്നെ എമ്പുരാൻ സിനിമയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇത്ര സീൻ കട്ട് ചെയ്യാൻ പോകണം, ഇതൊക്കെ പറഞ്ഞു കണ്ടിട്ടൊരു വാർത്ത ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കണം. നന്ദി. ഞാൻ കഴിഞ്ഞിട്ടെ, ഈ ലാലേട്ടനായാലും പൃഥ്വിരാജായാലും അവരെന്ത് തെറ്റാണ് ചെയ്ത്? അവര് ഒരാൾ അഭിനയിച്ചു, ഒരാൾ അഭിനയിക്കുകയും ചെയ്ത് സംവിധാനം ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇത് രണ്ടും ചെയ്ത് പൃഥ്വിരാജാണ്. ലാലേട്ടൻ അതിനകത്ത് 40 മിനിറ്റ് അങ്ങനെയുള്ള ഒരു റോളിലുള്ളതെന്ന് എൻ്റെ കൂട്ടുകാരെ പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇത് അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കണമെന്നെങ്കിലോ പാർട്ടിക്കാരെ വിടുക. BJP ആയാലും കോൺഗ്രസ് ആയാലും മറ്റുള്ള ഏത് പാർട്ടിയാലും വിടുക. പക്ഷെ അത് BJP എന്ന പാർട്ടിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അതിപ്പോൾ നടക്കുന്നത്. അത് ഒരുപാട് ചാനലുകൾക്ക് അതൊക്കെ വേണമല്ലോ. അവർ സ്ക്രൂ ആണല്ലോ. ചാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വ്യഭിചാരമാണ് അവർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉണ്ടാക്കുന്നത് ഓരോരുത്തരെ കുത്തിപ്പൊക്കി, അവരങ്ങനെ ചെയ്യാൻ പാടില്ല, ഇവരിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഈ പാർട്ടിക്കാരെ കുത്തിപ്പൊക്കി അവർക്കും കുറച്ച് ഇത് കൂടും. അങ്ങനെയാണ് ഈ ന്യൂസുകളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമ എഴുതിയതാരാ? മുരളി ഗോപി. ഈ മുരളി ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ സിനിമ നടൻ മുരളിയുടെ മകനാണ്. ഈ മുരളി ആരായിരുന്നു? വലിയ BJP കാരനായിരുന്നു. ഇല്ലെന്ന് പറയാൻ പറ്റും ആരെങ്കിലും? എന്ന സ്ഥാനത്ത് ഞാനൊരു കാര്യം പറയും, ഈ മുരളി ഗോപി ആയാലും BJP കാരനല്ല എന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അയാൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ BJPനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു BJP കാരനാണ്, ഉള്ള സത്യം പറയാലോ. പക്ഷേ ഞാൻ BJPയോ കോൺഗ്രസോ മാർക്സിസ്റ്റോ ഒന്നല്ല സംസാരിക്കുന്നത്. ഈ സിനിമ ഒരു സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നമല്ല. നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു വിഷയം. മനസ്സിലായോ? തമിഴ്നാട്ടിലൊക്കെ ഈ സിനിമ ഇറങ്ങിയതോടൊപ്പം തന്നെ വിക്രത്തിൻ്റെ ഒരു പടം ഇറങ്ങി, വൻ വിജയമായിരുന്നു. മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഈ തിന്നുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ ആൾക്കാർ പടം ചെയ്ത് കണ്ടിട്ട് അവർ കാശുണ്ടാക്കി, അവർ കാശ് കീഴിലിട്ട് കണ്ടിട്ട് കേരളത്തിൽ വന്ന് കണ്ടിട്ടാണ്. തമിഴായാലും തെലുങ്കായാലും മറ്റുള്ള സിനിമയൊക്കെ കേരളത്തിൽ വന്ന് റിലീസ് ചെയ്ത് കണ്ടിട്ട് അവർ കാശും മേടിച്ചു പോകുന്നു. പക്ഷെ ആ സിനിമയ്ക്കൊന്നും എന്താണ് അഭിപ്രായം പറയാത്തത്? ബാഹുബലി ഏറ്റവും വലിയ സിനിമയായിരുന്നു. ഇങ്ങനെയുള്ള കുറെ പടങ്ങളൊന്നും കഴിഞ്ഞപ്പോൾ ആർക്കും ഒരു ഇതുണ്ടായിരുന്നില്ല. അതിനകത്തുണ്ടല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ. നോക്കണമെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ സിനിമ ചെയ്യുമ്പോൾ കുറെ നിരീക്ഷകന്മാർ വരും, ആ സീൻ അങ്ങനെയല്ല, ഈ സീൻ ഇങ്ങനെയല്ല എന്നുണ്ട്. ഇപ്പൊ അതല്ല, ഇപ്പൊ മൊത്തം പൊതുവെ. എന്നാലും എമ്പുരാനായിട്ട് തന്നെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ തിയേറ്ററിലും. ഓരോരുത്തരും ടിക്കറ്റ് കിട്ടാനില്ല, ഗൾഫിലൊന്നും ടിക്കറ്റേ കിട്ടാനില്ല. എന്നാലും എല്ലാവരും ഇടിച്ചു കയറുന്നില്ല. ഈ പറയുന്ന കുറ്റം പറയുന്നവനും പോയിരുന്നു കണ്ട് സിനിമ മുഖ്യമന്ത്രി പോയിട്ട് കാണുന്നു. പിന്നെ മുഖ്യമന്ത്രി കാണുമല്ലോ എന്തായാലും. എന്ന് വെച്ചാൽ BJP മറ്റുള്ള കുറ്റം പറയുന്നതിന് മുഖ്യമന്ത്രി എന്തായാലും പോയി കാണും. ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത് പ്രൊമോഷൻ. പക്ഷെ ഇപ്പോൾ ലാലേട്ടനും പൃഥ്വിരാജൊക്കെ പ്രതികരിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞു ഇത് പ്രൊമോഷൻ എന്താണെന്നറിയില്ല. ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു വലിയ പ്രൊഡ്യൂസർ, അയാൾ ഇനിയും വലുതാവാൻ പാടില്ല. അതിനെ തച്ചുടയ്ക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംഭവം അല്ല എന്ന് ആർക്കും കാണാൻ പറ്റില്ല. ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ആ ലെവലിൽ ഉണ്ട്. മനസ്സിലായ? അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഹാരം കഴിക്കുന്ന ആർക്കായാലും ഇതൊക്കെ മനസ്സിലാവും. ഇത് പറയുമ്പോൾ എന്നെ കുറെ ആൾക്കാർ തെറി വിളിക്കാനുണ്ടാവും. തെറി വിളിച്ചോ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാനിങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഇപ്പം ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്താണ്. അപ്പം ഇതിനകത്തൊക്കെ
ആരെങ്കിലൊക്കെ ഇങ്ങനെ പറയുന്ന പുഷ് ചെയ്യാതൊന്നും ഇങ്ങനെ വരുന്നില്ല. ഈ സിനിമനെ പൊളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇവര് അത്രയും വലിയ പ്രൊമോഷനാണ് ഇതിന് ഫസ്റ്റ് തുടങ്ങി കൊടുത്തത്. ഇവരുടെ ഒരു പ്രതീക്ഷയായിരുന്നു ഈ സിനിമ. ഏറ്റവും വലിയ സിനിമ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ എന്നുള്ളൊരു പ്രൊമോഷനായിരുന്നു ഈ സിനിമ വരുന്നതിന് മുമ്പ് നടന്നത്. അതൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആർക്കോ ഇഷ്ടപ്പെട്ടിട്ടില്ല. ആർക്കെന്നല്ല, ആർക്കോ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരുണ്ടാക്കിയൊരു പുകിലല്ലേ എന്ന് നമുക്ക് ചിന്തിച്ചൂടെ? അപ്പൊ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിനകത്ത് ഇപ്പൊ കുറെ സീൻ കട്ട് ചെയ്ത് ഇറങ്ങുമ്പോ ഈ ഈ ഒരു സിനിമ ഒരു പ്രാവശ്യം കണ്ടവര് വീണ്ടും പോകും കാണാൻ. അവർക്ക് തന്നെ കളക്ഷൻ കൂടുന്നത്. എന്നാലും അവർക്ക് ഒരു നഷ്ടം വരാൻ പോണില്ല. പിന്നെ ഇതിനകത്ത് കട്ട് ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് മറ്റേന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി പറഞ്ഞാണ് സത്യം. ഇത് സിനിമയായിട്ട് കണ്ടാൽ പോരെ. കഥ അവരാദ്യം തന്നെ എഴുതി കാണിക്കുന്നുണ്ടല്ലോ ഈ സിനിമയിൽ. ഇത് ഒരു നടന്ന സംഭവമല്ല, ഇത് വെറും കഥയിൽ ചോദ്യമില്ലല്ലോ, അറിയാലോ. പക്ഷെ ഇത് ആരൊക്കെയോ വെട്ടി വീർപ്പിച്ച് വലിയൊരു സംഭവമാക്കി മാറ്റി. അവർക്ക് കൂടുതൽ പ്രൊമോഷൻ. എന്നാലും ആന്റണി ചേട്ടൻ ആ പൈസ ഇട്ടിട്ടെ, പോയ പൈസ, അല്ലെങ്കിൽ ഗോകുലം പൈസ ഇട്ടിട്ടെ, അത്രയും പേര്. ഇത് നമ്മള് ഈ പറയുന്നവരാണ് ശരിക്കും പൊട്ടന്മാര്. അവരൊക്കെ രക്ഷപ്പെടും. അവരിത് കഴിയുമ്പോൾ ഇതിലും വലിയ പടം കൊണ്ടുവരികയും ചെയ്യും. ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങള്. കാര്യം എന്താ വെച്ചാല് പൃഥ്വിരാജിനെ ഞാൻ കുറ്റം പറയില്ല. പൃഥ്വിരാജ് ഒരു സംവിധായകൻ. അയാൾക്കൊരു കഥ കിട്ടി, അയാളത് നല്ല രീതിയിൽ മേക്ക് ചെയ്ത്. ഇത് എഴുതിയത് മുരളി ഗോപി. അങ്ങനെ നിങ്ങൾ മുരളി ഗോപിനെ തന്നെ വിളിക്കേ, എന്നാൽ ആരും വിളിക്കാനില്ലല്ലോ. പക്ഷെ അയാളടുത്ത് ഒരു തേങ്ങ നടക്കില്ല. അയാളൊക്കെ ഒരേ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഇത്രയും നല്ലൊരു എഴുത്തുകാരൻ, ബ്രില്യൻ്റ് എഴുത്തുകാരൻ എന്ന് പറയാം. അയാളെ പോലുള്ളൊരു എഴുത്തുകാരൻ ആരാണുള്ളത്? ഇപ്പൊ ലൂസിഫർ എന്താണ് കഥ? അത്രയും ഗംഭീരമായിട്ട് അത് പ്രസന്റ് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ അയാളൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അയാൾ ഇതാരെന്താ ചോദിക്കാത്ത? അയാളതിൻ്റെ നല്ല മറുപടി കിട്ടും അയാളോട് ചോദിച്ചു കഴിഞ്ഞാല്. കഥയും കഥത്തിരിവില്ലാത്തവനാണ് ഇതൊക്കെ പറഞ്ഞു നടക്കണമെന്ന് ഞാൻ പറയുള്ളൂ. അല്ലാതെ ചുമ്മാ കിടന്ന് കണ്ടിട്ട് ഇങ്ങനെ ഒരു സിനിമ എന്തോരം സിനിമ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയപരമായിട്ട് എത്ര സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിനൊന്നും വിമർശിച്ചിട്ടില്ല എല്ലാവരും. ഇതിപ്പോ ഈ ഒരു 4-5 വർഷമായിട്ടുള്ളൂ ഈ കാര്യങ്ങൾ തുടങ്ങിയിട്ട്. അൽഖ്വയ്ദ, അയാള് ആടുജീവിതം സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട് യമനിലോ ജോർദാനിലോ അവിടെ പോയിട്ട് അവിടെ ചെന്നപ്പോഴേക്കും അയാള് അൽഖ്വയ്ദക്കാരനായി. ആര്? പൃഥ്വിരാജ്. ഇതൊക്കെ എന്തിനെങ്ങനെ? അയാളെ പണി ഒരു 1.5 വർഷം താടിയും വളർത്തി മുടിയും വളർത്തി അയാളൊരു പോയി സിനിമ ചെയ്തിട്ട് അയാൾ അൽഖ്വയ്ദയുടെ കൂടെ പോവുക. ഒരു സിനിമ സെറ്റ് എന്താണെന്ന് അറിയണം. അല്ലാതെ ചുമ്മാ കിടന്നിട്ട് വെറുതെ ആൾക്കാർ തള്ളി മറിച്ച് കുറെ യൂട്യൂബ് ചാനലൊക്കെ വ്യൂവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചാനലുകാരായിട്ട് അവരുടെ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് വെറുതെ എഴുതി പിടിപ്പിച്ച് നാശാക്കണം നമ്മുടെ സിനിമ ഇൻഡസ്ട്രി തന്നെ. ഇതൊക്കെ ഞാനീ പറഞ്ഞ കാര്യം ലാലേട്ടനൊക്കെ എപ്പോഴെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ, ലാലേട്ടാ നിങ്ങളൊക്കെ താന്നു കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞു ഒരാളെങ്കിലും. പക്ഷെ നിങ്ങൾക്ക് അതിന് പറ്റില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രേക്ഷകരാ. പൃഥ്വിരാജായാലും ശരി, നിങ്ങളെ വളർത്തിയത് പ്രേക്ഷകരാണ്. അപ്പൊ നിങ്ങൾക്ക് അവരോടൊരു ഇതുണ്ട്. നിങ്ങൾ മാപ്പ് പറഞ്ഞെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു കുറവായിട്ട് തോന്നില്ല, നിങ്ങൾക്ക് നല്ലതിന് തന്നെയാണ്. അല്ലാതെ ചുമ്മാ കിടന്ന് കണ്ടിട്ട് ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ. മേജർ റിവ്യൂ ഒക്കെ ലാലേട്ടന് വേണ്ടിയിട്ട് സംസാരിച്ചു. ശരിയാണ്, ലാലേട്ടൻ ഒരുവിധം പടങ്ങളൊന്നും കാണില്ല. പക്ഷെ അയാൾ അതിനിടയിൽ ഏതോ സ്റ്റേജിൽ പറയുകയും ചെയ്ത് ഞാൻ ഈ പടം കണ്ടു എന്ന്. പക്ഷെ ചില ഫുള്ള് കണ്ടിട്ടുണ്ടാവില്ല. എന്നുവെച്ചാൽ അവരൊക്കെ എഡിറ്റിംഗ് ടേബിളിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അല്ലാണ്ട് അവരൊന്നും ഫുള്ള് പടം കണ്ടിട്ടൊന്നും ആയിരിക്കില്ല ഇറങ്ങണം. അങ്ങനെയാണെങ്കിൽ പിന്നെ അയാൾ സിനിമ കാണാൻ പറ്റുന്ന കാര്യം എന്ത്? ഫസ്റ്റ് ഷോയ്ക്ക് ആൾ വന്നില്ലേ? എന്തിനാ വന്നത്? ആൾ ഫുള്ള് സിനിമ കണ്ടിട്ടുണ്ടാവില്ല. എനിക്ക് ഉറപ്പുണ്ട്. ഒരു നടന്മാരും ഫുള്ള് സിനിമ കാണത്തില്ല പടം ഇറങ്ങുന്നതിന് മുമ്പ്. അവർക്ക് അതൊരു ട്രെൻഡായിട്ട് അവർ സിനിമ തിയേറ്ററിൽ തന്നെ കാണാൻ വരും. എഡിറ്റിംഗ് ടേബിളിലൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ 10 സീൻ ചില
പഞ്ച് സീനൊക്കെ കണ്ട് അത് വിടുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ വെറുതെ ചുമ്മാ തള്ളി മറിച്ച് ഞാനൊന്നും പറയില്ല, എന്തെങ്കിലും. അപ്പം എനിക്ക് ഇത്ര പറയാനുള്ളൂ. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് പിന്നെ കാണാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ തെറി വിളിക്കാനുള്ള ഒരു തെറി വിളിച്ചോ. പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്.